അച്ഛനെ പറ്റി ഇങ്ങനെ ഒരു ഇമേജ് നമുക്ക് ബേസിക്കലി നമ്മൾ വെളിയിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ, അച്ഛൻ ഈവൻ സോ പാവാണെങ്കിൽ പോലും നമുക്കെല്ലാം അയ്യോ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും വീട്ടിലൊക്കെ. അപ്പൊ ഇദ്ദേഹത്തെ കാണുമ്പോൾ അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അച്ഛന്റെ സിനിമകൾ കണ്ടിട്ടില്ല. നന്നായി. ഞാൻ ധ്രുവം മാത്രം, സദയവും ധ്രുവവും മാത്രമാണ്. ഞാനൊക്കെ ആ സമയത്തേക്ക് അച്ഛൻ സിനിമയൊക്കെ വിട്ട്, അപ്പൊ നമ്മുടെ സമയത്ത് കണ്ടിട്ടുള്ളൊരു പടമാണ് ധ്രുവം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമ. അത്രയും പിന്നെ ഞങ്ങൾ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ്. അപ്പൊ അച്ഛനെ പല ഫംഗ്ഷൻസിനും കാണുമ്പോഴും സിനിമയിൽ കാണുന്ന ഒരു പഴയ ടി ജി രവി എങ്ങനെയാന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് ബിസിനസ്സും കാര്യങ്ങളായിട്ട് ചെറിയ ബ്രേക്ക് എടുത്തത്. ആ ബ്രേക്കിന്റെ സമയത്താണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വീട്ടിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് അച്ഛൻ എന്നോട് കാണാൻ പറഞ്ഞത് പാവംക്രൂരനാണ്. എന്നോട് പറഞ്ഞു എന്റെ നല്ലൊരു പടമുണ്ട്. അപ്പൊ ഞാൻ വന്ന സമയമാണ്. അപ്പൊ എല്ലാരും കൂടി ഇരുന്ന് കുറച്ച് കഴിയുമ്പോ ഇവരൊക്കെ പോയി, ഞാൻ ഒറ്റയ്ക്ക്. അങ്ങനെ ഒരു ആ സിനിമ അത്രയും ഒരു ഭയങ്കര ഡാർക്കാണല്ലോ പടം. പക്ഷെ അച്ഛനത് ഭയങ്കര പ്രൗഡായിട്ടാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് അതിന് അച്ഛൻ എനിക്കൊന്ന് ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്നത്. കുറെ പേര് അതുമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ, ഒരു സീരിയൽ കില്ലർ പരിപാടി തന്നെയാണ് അതിന്റെ അകത്തുള്ളത്. അപ്പൊ അതൊക്കെ ഒരു അത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അച്ഛൻ ശരിക്കും നിങ്ങളുടെ ഡിസ്റ്റന്റ് റിലേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ കല്യാണം ആലോചിച്ചാന്നോ? അല്ല, ഞങ്ങൾ പ്രണയിച്ച കല്യാണം കഴിച്ചാണ്. അതിന്റെ ഇടയിൽ കൂടെ അച്ഛൻ കണ്ടില്ല, ജനിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം അതിനൊരു പാവം ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഒരു പോക്ക് എങ്ങനെയായിരുന്നു? അല്ല, അത് തന്നെ. ഞങ്ങൾ ഈ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആയ കാരണം പല കല്യാണങ്ങൾ കാണും, പലതും കോമൺ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ പോകുമ്പോ ഇങ്ങനെ കാണും. എന്റെ ഫസ്റ്റ് കസിൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ആളുടെ ഫസ്റ്റ് കസിനെയാണ്. അപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. റിലേഷൻ കുറച്ചുകൂടെ അടുത്തു. അപ്പോഴാണ് ശരിക്കും ഞങ്ങൾ അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. പഠിക്കുകയൊക്കെ ആയ കാരണം കണ്ടിട്ടില്ലേ. പിന്നെ ആ സമയത്ത് കല്യാണം ആലോചിക്കുന്ന സമയത്ത് എന്റെ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക, ഇതായിട്ടില്ല. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കല്യാണം എനിക്ക് 29-30 മുട്ടിങ്ങനെ നിൽക്കുക. ഞാനിങ്ങനെ പുറം നിറഞ്ഞ് നിൽക്കണം. കാരണം അന്വേഷണം നടക്കണം. അമ്മ പല സ്ഥലത്തും കല്യാണങ്ങൾക്ക് പോകുമ്പോ നല്ല കുട്ടികൾ. അപ്പൊ ഇതിനെ കണ്ടു. അപ്പൊ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു നല്ലൊരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പൊ അമ്മ ഇവിടുന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇല്ല, ആ കുട്ടി +2 മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു റോങ് ഇൻഫർമേഷൻ. അപ്പോൾ ഡിഗ്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയോ അവിടുത്തെ കോളേജിലത്തെ മേഴ്സി കോളേജിലാണ് പഠിച്ചത്. അറിയാം, പിന്നെ മുൻപ് ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പോൾ മേഴ്സി കോളേജിലാണ് പഠിച്ചത്. മേഴ്സി കോളേജിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്നെ അന്വേഷിച്ച്, നമ്പറൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിരിക്കുക. കുറച്ച് സിനിമകൾ ചെയ്തുള്ളൂ, അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. മയൂഖം, ചാന്തുപൊട്ട്. അപ്പൊ ഇത് പിടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങള് പിന്നെ പ്രണയമായി. അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ മാറ്റി. ഞാൻ ഷൂട്ട് കാരണം വരാൻ പോകാൻ പറ്റിയില്ല. പക്ഷെ മുറിച്ചില്ല. നമ്മളപ്പുറത്തൊരു കിളിനാദം കേട്ടപ്പോ അപ്പൊ അതിങ്ങനെ സംസാരിച്ച് കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അന്ന് കണ്ട കുട്ടി തന്നെയാണ്. അത് ആദ്യം അമ്മയോട് പറഞ്ഞ കുട്ടി തന്നെയാണ് ഇത് എന്നുള്ളത് കുറെ കാലം ശേഷമാണ്, പ്രണയമൊക്കെ അതിന് ശേഷമാണ് അറിയുന്നത്. അഭിനയിച്ചു തുടങ്ങി. ഞാൻ മാർക്കോ ഞാൻ കണ്ടു കാണില്ല. ഒത്തിരി വയലൻസ് ആന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇച്ചിരി പേടിയായിരുന്നു കാണാനായിട്ട്. പോയാൽ തന്നെ എപ്പോഴും ഇങ്ങനെ കണ്ണടച്ചിരിക്കും നല്ലത്. പിന്നെ വേറെ ഏതെങ്കിലും 1000 Babies എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ചെയ്തു. പിന്നെ സുമതി വളവില് അഭിനയിച്ചു. അതിലൊരു ക്യാരക്ടർ ചെയ്തു. ചെറിയ കുറെ പേരുണ്ട്. മൊത്തം ഫാമിലിയായി. അച്ഛൻ, മകൻ, മരുമോള്, മോൻ അഭിനയിക്കും. മോൻ ജനറേഷനായി. പ്രകാശൻ ബർക്കട്ടെ അവൻ 6 വയസ്സുള്ളപ്പോ ചെയ്തതാ. ധ്യാൻ ശ്രീനിവാസിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ്. അല്ലല്ല, അതിൽ അവനും മറ്റേ മാത്യു തോമസുമാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഒരു ബ്രദർഹുഡ് പരിപാടിയായിരുന്നു. ഷഹദ് എന്ന് പറഞ്ഞൊരു ധ്യാന്റെ കൂടെയൊക്കെ എല്ലാ ആക്ഷൻ ഡ്രാമയിലൊക്കെ വർക്ക് ചെയ്ത്. ഞാൻ ഉറിയടിയിലൊക്കെ അവനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ ആദ്യത്തെ ഡയറക്ഷനാണ്. ഇപ്പം കഴിഞ്ഞിട്ട് അനുരാഗ് എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോൾ അതിലും മോനൊരു ചെറിയ വേഷം കൊടുത്തു. മറ്റൊരു ത്രൂ ഔട്ട് വേഷമായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അച്ഛന്റെ സമയത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെ അറിയില്ല. അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോ ചേട്ടനും അഭിനയിക്കാൻ തുടങ്ങിയില്ലേ ഒരു പ്രായം?
പ്രായമായപ്പോഴത്തേക്ക്. അപ്പൊ ശരിക്കും ഇന്ന് പറയുന്ന ഭയങ്കര ഒരു സാധനമുണ്ട്, ഒരു നെപ്പോക്കിഡ് എന്നുള്ള ഒരു സാധനം. അന്ന് അത് അത്രയും ഇതായിരുന്നു ഇല്ല, അങ്ങനെ ആ ഒരു ഷാഡോ നമ്മളിലേക്ക് ഒരുപാട് ബാധിക്കുന്നു. അത് എപ്പോഴും അത് ഇന്നിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും അച്ഛന്റെ കാര്യമാണല്ലോ ആദ്യം സംസാരിക്കുന്നത്. അത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഇന്നവർ തോന്നിയിട്ടില്ല. നെപ്പോക്കിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി മേ ബി കുറച്ചും കൂടി ഈസിയർ ആയിരിക്കാം, എല്ലാം ഞാൻ പറയുന്നില്ല. ആ സ്ട്രഗിൾ കുറച്ച് നമ്മൾ എവിടെ പോയാലും രവിചേട്ടൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇരിക്കാൻ പറയും, ഒരു പ്രിഫറൻസ് ഉണ്ട്. മയൂഖത്തിൽ നമ്മൾ ചെയ്തത് വളരെ മോശമാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു അടുത്ത പടം മയൂഖത്തിലേക്ക് എത്തിയത് ശരിക്കും ഒരു നെപ്പോക്കിഡ് അങ്ങനെയാണോ? അതല്ല, ഒബ്വിയസ്ലി അതൊരു റീസൺ ആണ്. പക്ഷേ ഞാനൊരു അപ്ലൈ ചെയ്തിട്ട് കാസ്റ്റിംഗ് കോൾ അന്ന് പത്രത്തിൽ പരസ്യം വരിക ചെയ്തത്. അതിന്റെ രീതിക്ക് തന്നെ പത്രത്തിൽ പരസ്യം വന്നു കഴിഞ്ഞിങ്ങനെ ഞാൻ ആ സമയത്ത് നാടകങ്ങൾ കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇതുപോലെ പൃഥ്വിരാജും ഇന്ദ്രജിത്തൊക്കെ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കും ഇങ്ങനെ എവിടെയോ ഒന്ന് നോക്കണം, നമുക്ക് അഭിനയം നമ്മൾ താല്പര്യമുണ്ട്, ഞാൻ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരസ്യം വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിന് ഒരു ഓഡീഷന് വരുമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ദേവഗിരി കോളേജിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ഹരിഹരൻ സാറുണ്ട്. അപ്പോൾ അവിടെ ഓഡീഷന് വരാൻ പറഞ്ഞു, ഒരു ദിവസം തന്നു. അപ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് അറിയാം, അവിടെ ചെല്ലുമ്പോൾ അറിയാം. പക്ഷേ അവിടെ 100-200 പിള്ളേരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഓഡീഷനും ചെയ്തു. ഓഡീഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, ശ്രീധന് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഫസ്റ്റ് ഹാഫിന് മാത്രമേ വരുള്ളൂ പറഞ്ഞു. ഒന്ന് സന്തോഷമുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെയാണ് മയൂഖം ചെയ്യുന്നത്. ചേട്ടൻ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഹാപ്പി ആയിരുന്നു? അച്ഛന് എതിരഭിപ്രായമൊന്നുള്ളതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, MBA കഴിഞ്ഞു, പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോളോ ടയേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂർ MBA കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് നാടക പരിപാടികൾ സജീവമായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് പിന്നെ വന്നത്. അതുകൊണ്ട് ഡിഗ്രി എല്ലാം കയ്യിലുള്ളതുകൊണ്ട് അച്ഛനൊന്നും പറയാനും പറ്റുന്നില്ല, രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ അച്ഛന് തന്നെയായിരുന്നല്ലോ പരിപാടി. കൂടുതൽ എതിർക്കാനും പറഞ്ഞ എനിക്ക് വല്ലതും പറയാൻ പറ്റില്ല.